ഹായ്, ഇന്ന് ലോക വൃക്കരോഗ ദിനമാണ്. വൃക്കരോഗങ്ങൾ നമുക്ക് നേരത്തെ കണ്ടെത്താം. കരുതലോടെ നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ അതിനെ വേണ്ട രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാം. വൃക്കരോഗങ്ങൾ ഇന്ന് അതീവ ഗൗരവകരമായ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് വൃക്കരോഗങ്ങൾ കൊണ്ടുണ്ടാവുന്നത്? ഹൃദ്രോഗം, ഹൃദയാഘാതം, മസ്തിഷ്കാഘാതം, ഉയർന്ന രക്തസമ്മർദ്ദം, വൃക്കസ്തംഭനം, വിളർച്ച, നാഡീസംബന്ധമായ തകരാറുകൾ, അസ്ഥികളുടെ ബലക്ഷയം. നിങ്ങൾക്ക് വൃക്കരോഗം വരാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വൃക്കരോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയി കാണുന്ന പ്രമേഹം തന്നെയാണ്. അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അമിതവണ്ണം, പാരമ്പര്യമൊക്കെ വൃക്കരോഗം ഉണ്ടാക്കാവുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് വൃക്കരോഗം ആദ്യ ഘട്ടത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? മനസ്സിലാക്കേണ്ടത്, തുടക്കത്തിൽ യാതൊരു ലക്ഷണങ്ങളും വൃക്കരോഗങ്ങൾക്ക് ഉണ്ടാവുകയില്ല. പിന്നീട് തളർച്ച, മൂത്രമൊഴിക്കുവാനുള്ള പ്രയാസമോ വേദനയോ, മൂത്രത്തിൽ നുരയും പതയും കാണപ്പെടുക, പിങ്ക് നിറത്തിലോ ഇരുണ്ട നിറത്തിലോ മൂത്രം പോവുക, അമിതമായ ദാഹം, തുടർച്ചയായുള്ള മൂത്രമൊഴിക്കാനുള്ള പ്രവണത, പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ തുടർച്ചയായി മൂത്രമൊഴിക്കുക, കണ്ണുകൾക്ക് ചുറ്റുമുള്ള വീക്കം, മുഖം, കൈകൾ, ഉദരം, കണങ്കാല്, പാദം ഇവിടെയൊക്കെ വീക്കങ്ങൾ കണ്ടുവരിക. ഇതൊക്കെയാണ് തുടക്കത്തിൽ നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ. പെട്ടെന്ന് വൃക്കയുടെ പ്രവർത്തനം പരിശോധിക്കാൻ എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടോ എന്ന് രോഗികൾ സാധാരണ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട 2 ടെസ്റ്റുകളാണ് വൃക്കരോഗം കണ്ടുപിടിക്കാനുള്ളത്. ഒന്നാമത്തേത് EGFR അഥവാ കിഡ്നിയുടെ പ്രവർത്തനം എത്രയുണ്ടെന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ്. നിങ്ങളുടെ രക്തത്തിൽ നിന്ന് മലിനവസ്തുക്കൾ നീക്കം ചെയ്യാൻ വൃക്കകൾ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സാധാരണ രീതിയിൽ ഒരു മനുഷ്യന് 80 മില്ലി ലിറ്റർ പെർ മിനിറ്റ് പെർ 1.73 മീറ്റർ സ്ക്വയറിനേക്കാളും കൂടുതൽ EGFR വേണ്ടതാണ്. രണ്ടാമത്തെ ടെസ്റ്റ്, വൃക്കരോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വൃക്കയുടെ ഉള്ളിലൂടെ വരുന്ന പ്രോട്ടീൻ അഥവാ ആൽബുമിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നു. നമ്മുടെ മൂത്രത്തിലുള്ള ആൽബുമിൻ, ക്രിയാറ്റിനിൻ എന്നിവയുടെ അളവ് നോക്കി അതിൻ്റെ ഒരു റേഷ്യോ നോക്കിയാണ് ആദ്യ ഘട്ടത്തിലുള്ള വൃക്കരോഗം നമുക്ക് കണ്ടുപിടിക്കാവുന്നത്. ഇതിനെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ അഥവാ UACR എന്ന് പറയുന്നു. വൃക്ക ഉള്ളിലൂടെ ക്രിയാറ്റിനിൻ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. സാധാരണഗതിയിൽ മൂത്രത്തിലൂടെ പ്രോട്ടീൻ അഥവാ ആൽബുമിൻ പോക്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണ ആളുകളിൽ UACR വാല്യൂ 30നും താഴെയായിരിക്കും. നോർമലി 30 മില്ലിഗ്രാം പെർ ഗ്രാം താഴെയായിരിക്കും UACR. അപ്പോൾ നിങ്ങളുടെ UACR 30ന് മീതെ ഉണ്ടെങ്കിലും നിങ്ങളുടെ EGFR 80ൽ താഴെയുണ്ടെങ്കിലും നമ്മൾ വൃക്കരോഗമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇനി വൃക്കരോഗമുള്ള പലരും നമ്മളുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അവരെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രക്തസമ്മർദ്ദം കൃത്യമായ അളവിൽ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. BP എപ്പോഴും 130/80 താഴെ നിലനിർത്തുക. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, പ്രത്യേകിച്ചും ഡയബറ്റീസ് അഥവാ പ്രമേഹമുള്ളവർ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക. ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. 3 മുതൽ 5 ഗ്രാമിനേക്കാളും കുറവ് ഉപ്പ് മാത്രമേ ഒരു ദിവസം ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ വേദന സംഹാരി നമ്മൾ പോയി വാങ്ങി കഴിക്കാൻ പാടില്ല. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ മിതമായി മാത്രം കഴിക്കുക. എല്ലാവരും ശ്രദ്ധിക്കേണ്ട 9 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വൃക്ക ദിനത്തിലെ സന്ദേശം നിർത്താം. നിങ്ങളെല്ലാവരും പതിവായി വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിക്കുക, സമീകൃത ആഹാരം ശീലമാക്കുക, പുകവലി, മദ്യപാനം ഒഴിവാക്കി ധാരാളം വെള്ളം കുടിക്കുക, കൊളസ്ട്രോൾ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിക്കുക. കുടുംബത്തിലുള്ളവർക്ക് ആർക്കെങ്കിലും വൃക്കരോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ഫാമിലി ഡോക്ടറെ കണ്ട് നമുക്ക് വൃക്കരോഗമില്ല എന്ന് സ്ഥിരീകരിക്കുക. അപ്പോൾ വൃക്ക രോഗ ദിനത്തിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് ഏവർക്കും നൽകുന്നു. നന്ദിപൂർവ്വം, ഡോക്ടർ ജോൺ.